IVF ഇപ്പോൾ പലവട്ടം ശ്രമിച്ചിട്ടും റിസൾട്ട് കിട്ടാത്തപ്പോൾ പലർക്കും നല്ല വിഷമമെല്ലാം ആവുന്നുണ്ടാവുമല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഫെയിൽഡ് IVF, അതായത് IVF ചെയ്തിട്ടും ഫലം കാണാതിരിക്കുക, ഗർഭിണി ആവാതിരിക്കുക, ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്നാണ് അതിന് ടെക്നിക്കലി പറയുന്നത്. രോഗീനെക്കാട്ടിലും ഡോക്ടർക്കും കൂടെ കുഴപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണത്. ഡിസ്ട്രെസ്സിങ് ആയിട്ടൊരു സിറ്റുവേഷനാണ്. രണ്ടുപേർക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പല കാര്യങ്ങളും ഉണ്ടാവാം ഒരു IVF സൈക്കിൾ ഫെയിൽ ചെയ്യാനായിട്ട്. 3 പ്രാവശ്യമെങ്കിലും ഗുഡ് ക്വാളിറ്റി എംബ്രിയോസ് തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം 3 എംബ്രിയോ ട്രാൻസ്ഫറിൽ നല്ല ക്വാളിറ്റി എംബ്രിയോ നിക്ഷേപിച്ചിട്ടും പിടിക്കുന്നില്ല, അല്ലെങ്കിൽ പല എംബ്രിയോ ട്രാൻസ്ഫറായിട്ട് ടോട്ടലായിട്ടൊരു 10 എംബ്രിയോ നിക്ഷേപിച്ചിട്ടും അത് നെഗറ്റീവ് ആവുകയാണെന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഫെയിൽഡ് IVF എന്ന് പറയാൻ പറ്റും. ഇതിന് പല കാരണങ്ങളുണ്ടാകും. ഒരു ഫെയിൽഡ് IVF വരുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തുറന്ന സമീപനം, അതായത് രോഗിയും ഡോക്ടറും കൂടാതെ എംബ്രിയോളജി ടീമുമായിട്ട് ചേർന്നിട്ട് ഒരു ഓപ്പൺ ഡിസ്കഷൻ, അതാണ് ആദ്യം വേണ്ടത്. അതിൽ റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോട്ടോക്കോൾ നോക്കണം. ആ സൈക്കിളിൽ കേസിന് ഉപയോഗിച്ചിട്ടുള്ള സ്പേം, എഗ്ഗിൻ്റെ ക്വാളിറ്റി, അതിൽ നിന്ന് ഉരിഞ്ഞു തിരിഞ്ഞ് വരുന്ന ഭ്രൂണം, എംബ്രിയോൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. അതിലേതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും നമുക്ക് ഒരു അബ്നോർമലായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെന്ത് പ്രതിവിധി എടുക്കാം എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. രണ്ടാമത് നോക്കേണ്ടത് ജനിതകമായിട്ടുള്ള കാരണങ്ങളാണ്. അപ്പം ആദ്യം നമ്മൾ പ്രോട്ടോക്കോൾ റിവൈസ് ചെയ്യണം. സ്പേമിലോ എഗ്ഗിലോ അതിൽ നിന്നുണ്ടാകുന്ന എംബ്രിയോയിലോ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താ മാറ്റം ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ നോക്കണം. രണ്ടാമത്തത് ജനറ്റിക് കോസസ് ആണ്. സ്പേമിൻ്റെയോ എഗ്ഗിൻ്റെയോ ജനറ്റിക് മേക്കപ്പ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഭ്രൂണത്തിൻ്റെയോ ജനറ്റിക് ആയിട്ടുള്ള കോമ്പസിഷനിൽ എന്തെങ്കിലും അബ്നോർമലായിട്ട് വന്നിട്ടുണ്ടാവാം. അത് ഒരു കോസാണ്. അന്യൂപ്ലോയിഡി എന്ന് പറയുന്ന ജനറ്റിക് അബ്നോർമാലിറ്റി ഒരു കോസ് ആണ്. ഒരു നോർമലായിട്ട് കാണുന്ന എംബ്രിയോ ജനറ്റിക്കലി നോർമൽ ആയിക്കൊള്ളണം എന്നില്ല. അതും ഒരു പക്ഷേ ഇംപ്ലാന്റ് ചെയ്യാൻ ഫെയിൽ ചെയ്യുന്ന, ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാലും അത് രക്തോട്ടം പിടിക്കാതെ, ഗർഭം പിടിക്കാതെ പോകാനുള്ള ഒരു കാരണം ജനറ്റിക് കോസസ് ആണ്. അതറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ ജനിതകം പഠിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ആയ ഭ്രൂണത്തിൻ്റെ ജനിതകം നേരത്തെ കൂട്ടി നോക്കാനുള്ള പ്രൊവിഷൻസ് ഇപ്പോൾ ഉണ്ട്. പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പഠനത്തിലൂടെ IVFൽ നിന്ന് വരുന്ന ഭ്രൂണങ്ങളുടെ ജനറ്റിക് ടെസ്റ്റിംഗ് നേരത്തെ കൂട്ടി നോക്കിയിട്ട് നോർമലായിട്ടുള്ള ഭ്രൂണങ്ങൾ, ജനറ്റിക്കലി നോർമലായിട്ടുള്ള ഭ്രൂണങ്ങളെ മാത്രം അമ്മയ്ക്കുള്ളിൽ നിക്ഷേപിക്കാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് പക്ഷേ നമുക്ക് മറ്റ് ടെസ്റ്റുകളെല്ലാം നെഗറ്റീവാണ്, വേറെ ഒരു കാരണവും കാണാത്തപ്പോഴാണ് നമ്മൾ എംപെറിക്കലി PGT, അതായത് എംപെറിക്കലി തന്നെ നമ്മൾ PGT ടെസ്റ്റിലോട്ട് പോകേണ്ടതായിട്ട് വരും. മറ്റൊരു കാരണം അനാറ്റമിക്കൽ കോസാണ്. ഗർഭപാത്രത്തിനകത്ത് സ്ട്രക്ചറലി ഉള്ള അബ്നോർമാലിറ്റി. ചിലപ്പോൾ അത് പോളിപ്പായിരിക്കാം, ചിലപ്പോൾ ഒരു മുഴയായിരിക്കാം, ചിലപ്പോൾ ഒട്ടിപ്പിടുത്തങ്ങളായിരിക്കാം, ചിലപ്പം നീരുവീഴ്ചേൻ്റെ ബാക്കി ക്രോണിക് എൻഡോമെട്രൈറ്റിസ് എന്ന് പറയുന്ന ചേഞ്ചസ് ആയിരിക്കാം, ചിലപ്പോൾ സെപ്റ്റം ജന്മനാ വരുന്ന അരഭിത്തിയോ പകുതി ഭിത്തിയോ തിടുമ്പോ ഒക്കെ ആയിരിക്കാം. സ്ട്രക്ചറലി വരുന്ന അബ്നോർമാലിറ്റിയാണ് മറ്റൊരു കോസ് പലവട്ടം അബോർഷൻ ആവാനായിട്ടുള്ളത്. ഇതിലേറെക്കുറെ നമുക്ക് നേരത്തെ ഗർഭിണിയാവുന്നതിന് മുന്നേ തന്നെ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ സ്കാനിൽ കാണാത്തവയുണ്ട്. അങ്ങനത്തെ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് 3 ഡയമെൻഷണൽ അൾട്രാസൗണ്ട് ഉണ്ട്. ട്രാൻസ്വജൈനൽ സ്കാൻ, ഉള്ളിൽ കൂടെ നോക്കുന്ന സ്കാൻ തന്നെ 3D സ്കാൻ ഇപ്പം അവൈലബിൾ ആണ്. അതിലൂടെ ഏറെക്കുറെ കാണാൻ പറ്റും. എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി ടെസ്റ്റ്, ചെറിയൊരു ക്യാമറ ഗർഭപാത്രത്തിനുള്ളിലൂടെ കടത്തിയിട്ട് ഗർഭപാത്രത്തിൻ്റെ ഉള്ളറ ക്ലീൻ ആണോ എന്ന് നോക്കുകയും ആ അറയ്ക്കുള്ളിൽ കാണുന്ന എന്തെങ്കിലും അബ്നോർമാലിറ്റി, നോർമൽ അല്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത IVF സൈക്കിളിലേക്ക് പോവുകയും ചെയ്യുകയാണ് അതിന് വേണ്ടത്. ആദ്യത്തെ പ്രാവശ്യം IVF ചെയ്യുമ്പോൾ സ്കാനിൽ ഗർഭപാത്രം നോർമലായിട്ട് കാണുന്ന പക്ഷം സാധാരണഗതിയിൽ ഹിസ്ട്രോസ്കോപ്പി അഡ്വൈസ് ചെയ്യാറില്ല. ഒരിക്കൽ IVF ചെയ്തു അത് നെഗറ്റീവ് ആവുകയാണ്, സ്കാൻ നോർമൽ ആണെങ്കിൽ പോലും നമ്മൾ ഹിസ്ട്രോസ്കോപ്പി നോക്കിയിട്ട് തന്നെ നിക്ഷേപിക്കേണ്ടതാണ്. ഹിസ്ട്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് അടുത്ത പ്രാവശ്യം ഭ്രൂണം നിക്ഷേപിക്കുമ്പോൾ അത് ഇംപ്ലാന്റ് ചെയ്യാനുള്ള സാധ്യത കൂട്ടാനായിട്ട് എൻഡോമെട്രിയൽ സ്ക്രാച്ചിങ് എന്ന് പറഞ്ഞ പ്രക്രിയയും ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി പ്രോട്ടോകോൾ റിവൈസ് ചെയ്യണം. ഗർഭപാത്രത്തിൽ സ്ട്രക്ചറലി വേറെ എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ആയ ഭ്രൂണത്തിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം അടുത്തൊരു IVFലേക്ക് കടക്കുന്നതിന് മുമ്പേ പ്രോട്ടോക്കോൾ മാറ്റിയിട്ട് നോക്കാൻ. ജനറ്റിക് സ്റ്റഡീസ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്യണം. പലവട്ടം IVF ഫെയിൽ ആവുകയാണെങ്കിലോ IVF ചെയ്തിട്ട് പിടിച്ചിട്ട് പിന്നെയും അലസി പോവുകയാണെങ്കിലോ ആണ് പ്രത്യേകിച്ചും ജനിതകമായിട്ടുള്ള സ്റ്റഡീസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. മറ്റൊരു കോസ് ഇമ്മ്യൂണോളജിക്കൽ കോസസ് ആണ്. രക്തത്തിൽ തന്നെയുള്ള ചില ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് വെച്ച ഭ്രൂണത്തിനെ ഗർഭപാത്രത്തിലേക്ക് രക്തോട്ടം പിടിക്കുന്നതിൽ നിന്നോ പിടിച്ച ഗർഭം അലസിപ്പോവാനോ
കാരണമാകുന്ന പല ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ആൻറ്റിഫോസ്ഫോലൈപ്പിഡ് ആൻറ്റിബോഡി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ANA ടെസ്റ്റിങ്ങിലുള്ള അബ്നോർമാലിറ്റിയിൽ കാണുന്ന എന്തെങ്കിലും അസുഖങ്ങളാവാം. അങ്ങനെ ഇമ്മ്യൂണോളജിക്കൽ റീസൺസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala, India.